2024 നീറ്റിലെ MCC രജിസ്ട്രേഷൻ ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കാൻ പോവുകയാണല്ലോ. നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ടാവും. എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എത്ര ഓപ്ഷൻസ് വരെ കൊടുക്കാൻ സാധിക്കും, ഏതൊക്കെ കോളേജുകൾക്കാണ് ഇതുവഴി കൊടുക്കാൻ സാധിക്കുക, എത്ര അലോട്ട്മെൻറ്റുകളുണ്ട്, ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ് ജോയിൻ ചെയ്യാൻ സാധിക്കുമോ, എല്ലാ അലോട്ട്മെൻറ്റുകളും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണോ, ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നത്തെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ പാരൻസോ എന്നോട് ചോദിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് MBBSൻ്റെയും BDSൻ്റെയും 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാമെന്ന്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുമുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റിലേക്ക് ഇന്ത്യയിലെ ഏതൊരു വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാവുന്നതാണ് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. നിങ്ങളുടെ റാങ്കിനനുസരിച്ച് അഡ്മിഷൻ ലഭിക്കും. തമിഴ്നാട്ടിലോ കർണാടകയിലോ രാജസ്ഥാനിലോ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഇങ്ങനെ ഏതൊരു സംസ്ഥാനത്തെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 15% സീറ്റ് എല്ലാവർക്കും റിസർവ്ഡ് ആണ്. എക്സാമ്പിൾ, കേരളത്തിലെ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 100 സീറ്റാണുള്ളത് വെച്ചെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷൻ 85 സീറ്റിലേക്കാണ് അഡ്മിഷൻ നടത്തുക. ബാക്കി 15 സീറ്റിൽ ഏതൊരു സംസ്ഥാനക്കാർക്ക് പഠിക്കാം. ഇങ്ങനെ ഏതൊരു സംസ്ഥാനത്തെ 15% സീറ്റിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. ഫസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. സെക്കൻഡ്, 100% MBBS ആൻഡ് BDS സീറ്റ് ഓഫ് BHU ഓപ്പൺ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ, എയിംസിലെ 100% സീറ്റുകൾ, ജിപ്മറിലെ പുതുച്ചേരിയും അതേപോലെ കരക്കലുള്ള ജിപ്മറിലെ 100% MBBS സീറ്റുകൾ, AMU ഓപ്പൺ സീറ്റ്, അതേപോലെ തന്നെ 15% ഓഫ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ഫോർ ഡൽഹി യൂണിവേഴ്സിറ്റി, IP യൂണിവേഴ്സിറ്റി, പിന്നെ ESIയിലെ 15% സീറ്റൊക്കെ നികത്തുന്നത് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ 100% സീറ്റും നികത്തുന്നതും ഇതേപോലെ ഈ MCC അലോട്ട്മെൻറ്റ് വഴിയാണ്. എന്നാൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് അത് കൽപ്പിത സർവകലാശാലകൾ എന്ന് പറയും. ആ യൂണിവേഴ്സിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അണ്ടറിലായിരിക്കും. അവർ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേഷൻസ് ഉണ്ട്, അവരുടെ തന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിരിക്കും. ലൈക്ക് അമൃത മെഡിക്കൽ കോളേജ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താരതമ്യേന അവിടുത്തെ ഫീസുകൾ കൂടുതലായിരിക്കും. ഒരു 80 lakh 90 lakh 1 CR NAPOI മെഡിക്കൽ കോളേജൊക്കെ പോലുള്ള മെഡിക്കൽ കോളേജുകൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഇവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. താരതമ്യേന മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിലും അവർക്ക് അഡ്മിഷൻ ലഭിക്കും, പക്ഷേ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇതാണ് ബേസിക്കായ ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണെന്നായിരുന്നു. രജിസ്ട്രേഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 1000 രൂപയാണ്. SC ST PWD OBC കാറ്റഗറിക്കാർക്ക് 500 രൂപയാണ്. പിന്നെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ജനറൽ കാറ്റഗറിക്ക് 10000 രൂപയാണ്, OBCക്കാർക്ക് 5000 രൂപയും. അതായത് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ 5500, 11000 എന്നീ രൂപകളാണ് അടയ്ക്കേണ്ടത്. ഈ 10000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്യൂഷൻ ഫീസിലേക്ക് വകയിരുത്തും. അഡ്മിഷൻ ലഭിക്കാത്ത ആളുകൾക്കാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പണം അടച്ചിരിക്കുന്നത് അതിലേക്ക് റീഫണ്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ ATMൽ നിന്നാണ് പണം കൊടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് തന്നെ വരികയുള്ളൂ. രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇതേപോലെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ റോൾ നമ്പറും പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോ ഓപ്പൺ ആവും. അതിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും എല്ലാം പൂരിപ്പിക്കുക. അതെല്ലാം പൂരിപ്പിച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആവും. ആ രജിസ്ട്രേഷൻ ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ഒരു തവണ നമ്മൾ രജിസ്റ്റർ ചെയ്തു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൻ്റെ ഓപ്ഷൻസ് എന്ന ചോയ്സ് ഫില്ലിംഗ് ആണ്. നമുക്ക് എത്ര കോളേജുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എത്രയും കോളേജുകൾ കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് MBBS ആണ് പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ MBBSൽ എത്ര കോളേജ് ഉണ്ടോ ആ കോളേജുകൾ മുഴുവൻ കൊടുക്കാം. പിന്നെ BDS ആണെങ്കിൽ BDSലെ മുഴുവൻ കോളേജ് കൊടുക്കാം. BSc നഴ്സിംഗ് ആണെങ്കിൽ BSc നഴ്സിംഗിലെ മുഴുവൻ കോളേജുകൾ കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്റ്റേറ്റ് ആണ് എന്നുള്ളതും നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പോകും എന്നുള്ള കോളേജുകൾ മാത്രം കൊടുക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി, ജോയിൻ ചെയ്യാൻ നിർബന്ധമാണോ എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ എക്സിറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വീണ്ടും പങ്കെടുക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജാണ്, എന്താണ് ചെയ്യേണ്ടത്?
ആ കോളേജിലേക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുകയും ഫീസ് അടച്ച് ആ കോളേജിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷനിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാതിരിക്കുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് വന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ഒരു കുട്ടിക്ക് ഒരു കോളേജിൽ കിട്ടി, ജോയിൻ ചെയ്യാതിരിക്കാൻ സാധിക്കുമെന്നാണ്. കാരണം അപ്പോഴേക്കും ഇവിടെ കേരളത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഒക്കെ പിന്നീടായിരിക്കും വരും, അപ്പോൾ കൺഫ്യൂഷൻ ആവും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ബട്ട് നിങ്ങൾ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ നിങ്ങൾക്ക് മിസ്സാവും. ഇനി ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ 2 ലക്ഷവും ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, 5000 രൂപയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. അത് നോൺ റീഫണ്ടബിൾ ഫീസാണ് ഈ 5000 രൂപ എന്ന് പറയുന്നത്. 2 lakh എന്ന് പറഞ്ഞാൽ ഇതേപോലെ റീഫണ്ടബിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസിലൊക്കെ വില കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ പോവാതിരുന്നു കഴിഞ്ഞാൽ ഈ 2 lakh റുപ്പീസ് നിങ്ങൾക്ക് നഷ്ടമാവും. നോർമൽ കേസിൽ ഈ ഒരു റുപ്പീസ് നിങ്ങൾക്ക് നഷ്ടമാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തേർഡ് അലോട്ട്മെൻറ്റിൽ അഥവാ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അവിടെ വീണ്ടും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം, രജിസ്ട്രേഷൻ ഫീസ് അടക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഫീസ് നഷ്ടപ്പെടുന്നുള്ളതുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളാണെങ്കിൽ പോലും അതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പുതുതായി തുടങ്ങാം. ഇനി 1 2 ഞാൻ പങ്കെടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അവിടെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ എന്തുണ്ടാവും, പുതിയ രജിസ്ട്രേഷൻസ് ഓപ്പൺ ആവും. ഇതേപോലെ ചോയ്സ് ഫില്ലിങ്ങും കൊടുക്കാൻ സാധിക്കും. അതാണ് ഓൾ ഇന്ത്യയുടെ പ്രത്യേകത. നിങ്ങൾ 1 2 പങ്കെടുത്തില്ല, 3 പങ്കെടുക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉറപ്പ് വരുത്താൻ പറ്റും. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് കോളേജ് കിട്ടും. അതേപോലെ തന്നെ ഇതിന് ശേഷം കോളേജുകളുടെ സീറ്റിൻ്റെ ലഭ്യത താരതമ്യേന കുറവായിരിക്കും 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ചോയ്സ് ലോക്കിംഗ് എന്ന് പറയുന്നത്. ചോയ്സ് ലോക്കിംഗ് നിർബന്ധമാണോ ചോദിക്കാറുണ്ട്. ചോയ്സ് ലോക്കിംഗ് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചോയ്സ് ലോക്കിങ്ങിൻ്റെ സമയം വരെ നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ചോയ്സ് ലോക്കിൻ്റെ ആ സമയമായി കഴിഞ്ഞാൽ പിന്നീട് ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ലോക്ക് ആക്കണമെന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കോളും. മറ്റൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4th അലോട്ട്മെൻറ്റ് അഥവാ സ്ട്രേ വേക്കൻസിയിൽ പുതുതായിട്ടുള്ള ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന്. കഴിഞ്ഞ വർഷം മുതൽ ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട്. സ്ട്രേ വേക്കൻസി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജിൽ കിട്ടി, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ വീണ്ടും അതിൽ പങ്കെടുക്കാവുന്നതും പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതൊക്കെയാണ്. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ. ഇതിനുള്ള മറുപടികളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനിയും സംശയങ്ങളിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത്